അയ്യുമമ്രഅത്തിൻ ഇസ്തഅ്തറത്ത്, ഏതെങ്കിലും ഒരു പെണ്ണ് അവൾ സുഗന്ധമുപയോഗിക്കുന്നു, അടിച്ചു വീശുന്ന സുഗന്ധമുപയോഗിക്കുന്നു. ഫമറത്ത് അലാ ഖൗമിൻ, എന്നിട്ടൊരു ജനതക്കരികിലൂടെ അവൾ നടന്നു പോകുന്നു. ലിയജിദൂ മിൻ റീഹിഹാ, അവൾ എന്തിനാ സുഗന്ധം ഉപയോഗിച്ചത്? മറ്റുള്ളവരൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ടിൻ്റെ മണമൊന്ന് കണ്ട് എന്നിലേക്കൊന്ന് ആകർഷിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് സുഗന്ധമുപയോഗിച്ച് പുറത്തിറങ്ങുന്ന പെണ്ണ് ഫഹിയ സാനിയ, അവൾ വേശ്യയാകുന്നു, അവൾ വ്യഭിചാരിണിയാകുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഈ ഉദ്ദേശാർത്ഥം എന്ത് ചെയ്യാൻ പാടില്ല? ഒരു പെണ്ണിനെ അടിച്ചു വീശുന്ന സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് പുരുഷന്മാരുടെ സുഗന്ധത്തിൻ്റെയും സ്ത്രീകളുടെ സുഗന്ധത്തിൻ്റെയും വ്യത്യാസം പണ്ഡിതന്മാർ പറയുന്നിടത്ത് ഉലമാവ് പ്രത്യേകം പറഞ്ഞു കാണാം. പുരുഷരുപയോഗിക്കുന്ന സുഗന്ധത്തിന് നിറം കുറവായിക്കോട്ടെ, മണം നല്ല ഉണ്ടായിക്കോട്ടെ. സ്ത്രീകൾ ഉപയോഗിക്കുന്നതോ നല്ല നിറമൊക്കെ ഉണ്ടായിക്കോട്ടെ, മണം കുറഞ്ഞത് ഉപയോഗിച്ചാൽ മതി. ലൈറ്റ് പെർഫ്യൂമുകളാണ് ആരുപയോഗിക്കേണ്ടത്? സ്ത്രീകൾ ഉപയോഗിക്കേണ്ടത്. അടിച്ചു വീശുന്നത് അവർ. ഈ ലൈറ്റ് പെർഫ്യൂം ഉപയോഗിക്കുന്നതിനാ അവളും ഇങ്ങനെ അവളുടെ അടുത്തുള്ള സഹോദരിമാരുടെ അടുത്തുള്ള സദസ്സുകളിൽ പോയി ഇരിക്കേണ്ടി വരില്ലേ? അപ്പോൾ സദസ്സുകളിൽ പോയിട്ട് ഇരിക്കേണ്ടി വരുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന സഹോദരിക്ക് ഇവളടുത്തിരുന്ന ഈ കക്ഷത്തിലെ വിയർപ്പും ഈ കൂട്ടാനുണ്ടായ കറിയുടെയും മണവും കോൺ ഓയിലിൻ്റെ മണവും ഭക്ഷണം ഉണ്ടാക്കിയ ഉള്ളിയുടെ ഗന്ധവും ഇതെല്ലാം കൂടിയുള്ള ഒരു പറതിയും കൊണ്ട് പോയിട്ട് ഇങ്ങനെ ഇരിക്കണം എന്നാ അങ്ങനെയിട്ട് ചില ആൾക്കാർ മനസ്സിലാക്കിയിട്ടില്ല. പെണ്ണ് ഒരിക്കലും സുഗന്ധം ഉപയോഗിക്കാനേ പാടില്ല. അത് അതിര് കവിഞ്ഞ പാതാണ്. പെണ്ണുങ്ങൾക്ക് പുറത്തിറങ്ങുമ്പോൾ സുഗന്ധം ലൈറ്റ് ഉപയോഗിക്കുക. അവർ പള്ളിയിലോ ജമാഅത്തിനോ ക്ലാസ്സുകൾക്കോ പൊതുവേദികളിലോ ഒക്കെ അവരുടേതായ വേദികളിൽ വന്നിരിക്കുമ്പോൾ മറ്റുള്ള അവരുടെ സഹോദരിമാർക്ക് എന്ത് ചെയ്യരുത്? ഒരു വിഷമം ഉണ്ടാകരുത്. ഇത് കയറിന് വരുമ്പോഴേക്കന്നെ ഈ മണാണ്, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞിട്ടില്ല. പുരുഷന്മാർ അവരുടെ ഭർത്താക്കന്മാരുടെ മുമ്പിൽ അവർക്ക് ഏത് സുഗന്ധവും ഉപയോഗിക്കാം. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ലൈറ്റ് സുഗന്ധം എന്ന് പറഞ്ഞാൽ അവരൊരാളുടെ അടുക്കലിരുന്നാൽ അവരിൽ നിന്നൊരു ദുഷിച്ച മണം പുറത്തു വരുന്ന വിധത്തിലില്ലാതെ അതിനെ അകറ്റുന്ന വിധത്തിലുള്ള ലൈറ്റ് സുഗന്ധങ്ങൾ അവർക്കും ഉപയോഗിക്കാം. അതേ അവസരത്തിൽ ഇവിടെ പറയുന്ന കേസ് അതല്ല. അവൾ നല്ല അടിച്ച് വീശുന്ന ഇവിടെ ഇറങ്ങിയാൽ മതി, അപ്പുറത്തിങ്ങനെ കേൾക്കുക. ഉദ്ദേശം എന്തെന്നെയാണ്? എന്നിലേക്കൊന്ന് ആകർഷിക്കപ്പെടണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ വിധത്തിൽ ഒരു പെണ്ണ് അങ്ങനെ പുറത്തിറങ്ങാൻ പാടില്ല. അത് വ്യഭിചാരിണിയുടെ ശീലമാണെന്ന് പറഞ്ഞാൽ, വ്യഭിചാരിണിയാണെന്ന് പറഞ്ഞാൽ അത് ആ ശീലം ആ സ്വഭാവമൊക്കെ ആയിരിക്കേ ഉണ്ടാവുള്ളൂ, അത്തരം പെണ്ണുങ്ങൾക്കേ ഉണ്ടാവുള്ളൂ എന്നാണ് ആ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് നമ്മളവിടെ വ്യക്തമായി തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്.